നമസ്കാരം. ഫുട്ബോൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റിങ്ങിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ക്ഷമിക്കുക. സോ ഫസ്റ്റ് ഞാൻ ഓഡിയോയും വെളിയിൽ നിന്ന് വരുമായിരിക്കും, കുറച്ചുകൂടെ സ്ട്രോങ്ങറായിട്ട് സൗണ്ട്. സോറി, കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വിൻഡോസ് ഒക്കെ തുറന്നിടേണ്ട ആവശ്യമാണ്. സോ അവിടുന്ന് നമ്മൾ നേരെ വീഡിയോയിലോട്ട് കിടക്കുകയാണെങ്കിൽ, ഇന്നലെ ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 16 ഫിക്സ്ചറുകളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ റയൽ മാഡ്രിഡും മാൻ സിറ്റി അവരുടെ ഗ്രൂപ്പുകൾ ടോപ്പ് ആയതുകൊണ്ട് അവർ റൗണ്ട് ഓഫ് 16 മാഞ്ചസ്റ്റർ സിറ്റി നേരിടുക അൽ ഹിലാലിനെയും, അതേസമയത്ത് റയൽ മാഡ്രിഡ് നേരിടുക യുവന്റസിനെ ആയിരിക്കും. സോ ഇന്നലത്തെ മത്സരത്തിലോട് വരുമ്പോഴേക്കും ഫസ്റ്റ് സിറ്റിയുടെ മാച്ച് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇന്നലെ സിറ്റി 5-2 യുവന്റസിനെ കീറി വിട്ടു എന്ന് തന്നെ പറയാം. അത് തന്നെ ഒരു അണ്ടർസ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. കാരണം ഒരു ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു മാൻ സിറ്റിയുടെ. പെപ്പിന്റെ പുതിയ ടാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ പ്രോബ്ലി 3 ഗ്രൂപ്പ് സ്റ്റേജിലും ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പതിവാ നമ്മൾ പെപ്പ് ഗോർഡിയോള എന്താണ് നെക്സ്റ്റ് സീസൺ കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഗ്ലിംസസ് തന്ന ഒരു മത്സരം അല്ലേ. സോ റോഡ്രി കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞങ്ങൾക്ക് പുതിയ ടാക്ടിക്കൽ ചേഞ്ചിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടി തുടങ്ങിയെന്നൊക്കെ പുള്ളി പറഞ്ഞിരുന്നു. സോ ഇന്നത്തെ മാച്ചിൽ റോഡ്രി സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് റോഡ്രി ആസ് യൂഷ്വൽ മിഡ്ഫീൽഡിൽ വന്നത് മാൻ സിറ്റിക്ക് ഹ്യൂജ് ബൂസ്റ്റാണ്. എന്താണ് റോഡ്രി ആ ടീമിന് ബ്രിങ് ചെയ്യുന്നത്, കൊടുക്കുന്ന ബാലൻസ് ഇന്നത്തെ മാച്ച് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇന്നലെ ബെർണാഡോ സിൽവ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ മത്തേസ് ന്യൂനസ് റൈറ്റ് ബാക്ക്, അതുപോലെ തന്നെ ഡോക്കു ലെഫ്റ്റിലും സവീനോ റൈറ്റിലും, ഐറ്റ് നൂറിയും സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ പിച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണ് ടയമി റെയിൻഡേഴ്സ്, റോഡ്രി, വാട്ട് ഈസ് ദാറ്റ് മിഡ്ഫീൽഡ് ഗോയിങ് ടു ബ്രിങ് എന്നുള്ള ഒരു ഗ്ലിംസസ് വന്നു. കൂടെ ബെർണാഡോ സിൽവയുടെ ഇന്നലത്തെ പെർഫോമൻസ്, വൈ ഹീ ഈസ് ദ ക്യാപ്റ്റൻ. നെക്സ്റ്റ് സീസൺ ആരൊക്കെ വന്നാലും ബെർണാഡോ സിൽവ മേ ബി ടീമിൽ റെഗുലർ സ്റ്റാർട്ടർ ആയിരിക്കും എന്നുള്ളതിന്റെ ഗ്ലിംസസ് തന്ന മറ്റൊരു മത്സരം. ഇന്നലെ ബെർണാഡോ സിൽവ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിരുന്നു. എസ്പെഷ്യലി ഇന്നലെ തേർഡ് സൈഡ് എന്താ പറയുക, സെൻട്രൽ ബാക്കായിട്ട്, റൈറ്റ് സൈഡിൽ തേർഡ് സെൻട്രൽ ബാക്കായിട്ട് ബിൽഡപ്പ് ഫേസിൽ പുള്ളി ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ റൈറ്റിൽ വിത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആൾ റൺസ് നടത്തുന്നത് കണ്ടു. സോ ഒഫൻസീവ്ലി ആൻഡ് ബിൽഡപ്പ് ഫേസിലും ടീമിൽ ഈക്വലി ഇൻവോൾവ് ചെയ്ത് ആ പിച്ചിൽ ഏറ്റവും വർക്ക് ലോഡ് എടുത്ത പ്ലെയർ ഇന്നലെ ബെർണാഡോ സിൽവ പറയാതിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്കുവും ഐറ്റ്നൂറിക്കും ഇടയിലുള്ള കോമ്പിനേഷൻ. ഇന്നലെ സബീനോയും അതുപോലെ തന്നെ ഡോക്കുമാണ് പിച്ച് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടുപേരും ഇൻവേർട്ട് ചെയ്ത് കളിക്കുന്നത്, ഇൻവേർട്ട് ചെയ്ത് വിങ്ങിൽ നിന്ന് ഇൻവേർട്ട് ചെയ്ത് കട്ട് ചെയ്ത് അകത്തോട്ട് കയറുക ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് ടച്ച് സ്പേസിലോട്ട്. കാരണം ഐറ്റ്നൂറി ഇന്നലെ ഇൻവേർട്ട് ചെയ്യാനും പുള്ളി കംഫർട്ടബിൾ ആണ്. അണ്ടർലാപ്പിംഗ്, ഓവർലാപ്പിംഗ് ആസ് വെൽ ഹാഫ് സ്പേസസിലൂടെ റൺസ് നടത്താനായിട്ട് പുള്ളി സൂപ്പറാണ്. എല്ലാം കാണിച്ചു തന്നൊരു മത്സരം. ഇന്നലെ ഡോക്കു പലപ്പോഴും ലെഫ്റ്റിൽ നിന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇൻവേർട്ട് ചെയ്ത ഒരു ഐറ്റ്നൂറി ലെഫ്റ്റിൽ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഐറ്റ്നൂറിയുടെ 2-3 സൂപ്പർ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു സൂപ്പർ ഡെലിവറീസ് ഒക്കെ ബോക്സിലോട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഡോക്കുവിൻ്റെ ഗോളിന് അവർക്കിടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഐറ്റ്നൂറി ഇൻവേർട്ട് ചെയ്ത് തരുന്നു, ഡോക്കു ഹാഫ് സ്പേസസ് അറ്റാക്ക് ചെയ്യുന്നു, കറക്റ്റ് ബോൾ വരുന്നു. മാൻ ഒരു 1-1.5 മൂവ് തന്നെയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഐറ്റ്നൂറി പ്രോപ്പർ ഫുൾ ബാക്സ് വെച്ചാണ് ഇപ്പോൾ പെപ്പ് കളിക്കുന്നത്. അപ്പുറത്ത് മത്തേസ് ന്യൂനസ് ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് റോൾ ആൾ കൊടുക്കുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പുള്ളി ഇൻവേർട്ട് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്, പക്ഷെ ആ വിത്തും പുള്ളി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സെക്കൻഡ് ഗോളിലൊക്കെ നമ്മൾ കണ്ട കലൂലുവിൻ്റെ ഓൺ ഗോൾ കണ്ടു, മത്തേസ് ന്യൂനസിൻ്റെ റൺസൊക്കെ, എസ്പെഷ്യലി ആ സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള റൺസൊക്കെ. സോ വിത്തൗട്ട് എ ഡൗട്ട് മാഞ്ചസ്റ്റർ സിറ്റിയിൽ കൂടുതൽ ടാക്ടിക്കൽ ടിച്ച് കാണും, കൂടുതൽ ചേഞ്ചുകൾ കാണും, മൾട്ടിപ്പിൾ എന്താ പറയുക മൂവ്മെന്റ്സ് കാണും. ഈ ടീമിൽ ഒപ്പോണൻസിനെ കൺഫ്യൂസ് ആകും. യുവന്റസ് ആയിരുന്നു ഇന്നലെ. യുവന്റസ് ഓഫ് ദ ബോൾ പത്തറ്റിക് ആയിരുന്നു. യുവന്റസിന്റെ മിഡ്ഫീൽഡ് ഇന്നലെ നോൺ എക്സിസ്റ്റന്റ് ആയിരുന്നു. ആ 3 എണ്ണത്തിന് ഇന്നലെ പിച്ചിൽ ഇറക്കിയില്ലായിരുന്നതിന് ഒരു മാറ്റവും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു അവരുടെ മിഡ്ഫീൽഡിന്റെ. സോ അതിനകത്ത് തന്നെ മേ ബി അഗൈൻസ്റ്റ് സ്ട്രോങ്ങർ ഒപ്പോണൻസ് ഇത്ര ഈസി ആയിരിക്കത്തില്ല. യുവന്റസ് സ്ട്രോങ്ങർ ഒപ്പോണന്റ് ആണ്, പക്ഷെ ടാക്ടിക്കലി ഔട്ട് സ്മാർട്ട് ചെയ്ത് കളഞ്ഞു. ഇഗോർ ടുഡോറിന്റെ സൈഡ് ഇന്നലെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെയാണ് പിച്ച് കളിച്ചത്. എസ്പെഷ്യലി പെപ്പ് ഗോർഡിയോളയുടെ ടീം വിത്ത് ദ ബോൾ കംഫർട്ടബിൾ ആയിട്ട് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഡിഫൻസീവ്ലി എങ്കിലും സോൾഡ് ആവേണ്ടി. ഇത് അവർ ബോൾ വിൻ ചെയ്തതിന് ശേഷം ബിൽഡപ്പ് ചെയ്യാൻ നോക്കുകയാണ്. മാൻ സിറ്റിയുടെ പ്രസ്സിന് മുമ്പിൽ അവർ വീഴുവാണ്. മാൻ സിറ്റിയുടെ അത്രയും ക്വാളിറ്റി പ്ലേയേഴ്സ് അവർക്കില്ല ബിൽഡപ്പ് ഫേസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട്. സോ അതൊക്കെ ക്ലിയർലി വിസിബിൾ ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ഇപ്പോൾ ഒമർ മർമൂഷാണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ ഹാളണ്ട് വരുന്നത്. ആൻഡ് ഹാളണ്ട് ഒരു ടാപ്പിംഗ് ഗോൾ ഉണ്ടായിരുന്നു, ഒരു സൂപ്പർ ടീം മൂവ്മെന്റ് തന്നെ ആയിരുന്നു. അതിലൂടെ ഹാളണ്ട് ഒരു ഈസി ഗോൾ. അതുപോലെ തന്നെ സബീനോ അൺസെൽഫിഷ് ആയിട്ട് ഫോർഡനിൽ ഓഫ് ചെയ്തൊരു ഗോൾ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, സബീനോയുടെ ആ വീക്ക് ഫുട്ടിൽ ആൾ സ്കോർ ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഗോൾ ഇന്നലത്തെ മാച്ചിൽ, ഒരു 1.5 റേറ്റ് വരുന്നു. സോ സബീനോ ഡോക്കു ഇൻവേർട്ട് ചെയ്ത് ഹാഫ് സ്പേസസിൽ ഓപ്പറേറ്റ് ചെയ്യുക, അഥവാ വൈഡ് ഏരിയാസിൽ നിന്ന് ഇൻവേർട്ട് ചെയ്യുക, പ്രോപ്പർ ഫുൾ ബാക്സിനെ ഉപയോഗിച്ച് വിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇവൻ അവരും ഇൻവേർട്ട് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആണ്, വിങ്ങേഴ്സ് ഇൻവേർട്ട് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആണ്. സോ ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ ഒപ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം സബീനോയും ഡോക്കും അന്യായ ഡ്രിബിളേഴ്സ് ആണ്, എത്ര ടൈറ്റ് സ്പേസസ് ഓപ്പറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. സോ ഇഫ് എവറിത്തിങ് ഗോസ് റൈറ്റ്, മാൻ സിറ്റി ഇസ് ലുക്കിംഗ് ലൈക്ക് എ സീരിയസ് ത്രെറ്റ്. എസ്പെഷ്യലി അവരുടെ ഫുൾ ബാക്സ് ആയ ഐറ്റ്നൂറി, മത്തേസ് ന്യൂനസിന്റെ പെർഫോമൻസും റിയലി അപ്രീഷിയബിൾ ആണ്. ആൻഡ് പ്രോപ്പർ റൈറ്റ് ബാക്കിനെ അവർ കൊണ്ടുവരുമെന്ന് കേൾക്കുന്നുണ്ട്. ബട്ട് മത്തേസ് ന്യൂനസ് ക്യാൻ പ്ലേ ദാറ്റ് റോൾ എന്നുള്ളത് ഇപ്പം കാണിച്ചു തരുന്നുണ്ട്. സോ
മേ ബി ഒരു ലിവറമെൻറ്റോനോ അല്ലെങ്കിൽ ഒരു ക്യാമ്പിയാസോനോ അവർ കൊണ്ടുപോവുകയാണെങ്കിൽ കൂടുതൽ സ്ട്രോങ്ങർ ആവും. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. മാൻ സിറ്റിയുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. ഐ എം റിയലി ഇംപ്രസ് വിത്ത് ബെർണാർഡോ സിൽവാസ് പെർഫോമൻസ്. റോഡ്രി ആൻഡ് റൈൻഡേഴ്സ് മാൻ, ആ കോമ്പിനേഷൻ ഇന്നലെ സെറ്റ് ആവുന്നുണ്ടായിരുന്നു. അതൊന്നോടെ ഒന്ന് സെറ്റായാലുണ്ടല്ലോ, ഒന്നോടെ ഒന്ന് മൂപ്പിച്ചാൽ പൊളിയായിരിക്കും. പിന്നെ ചെറുക്കി, ഫോഡൻ അവരൊക്കെ ഈ സിസ്റ്റത്തിലോട്ട് സെക്കൻഡ് ഹാഫ് രണ്ടുപേരും വന്നു. അപ്പോൾ അത് ഗെയിമിൽ അവരും മോശമില്ലാത്ത രീതിയിൽ കളിച്ചു. സോ വിതൗട്ട് ഡൗട്ട് ഒത്തിരി ഫ്ലെക്സിബിലിറ്റി ഈ ടീമിനുണ്ട്, എസ്പെഷ്യലി പ്രോപ്പർ ഫുൾ ബാക്സ് വന്നതിന് ശേഷം. ഐറ്റ്നോറി ഒരു 1.5 അഡീഷൻ പോലെ തോന്നുന്നുണ്ട്. ആൻഡ് വി മൈറ്റ് സീ ദ ബെസ്റ്റ് വേർഷൻ ഓഫ് ഡോക്കു ആൻഡ് സവീനോ അല്ലേ. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. അതുപോലെ ഡോക്കു നമുക്കറിയാം ലാസ്റ്റ് സീസൺ ഇഷ്ടം പോലെ ക്രിറ്റിസിസം നേരിട്ട ഒരു പ്ലെയറാണ്. ബട്ട് ഈ സീസൺ മേ ബി ഒരു ബെസ്റ്റ് വേർഷൻ കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. സോ അവിടുന്ന് റയൽ മാഡ്രിഡ് മാച്ചിനെ കുറിച്ചൊന്ന് പറയണം. സോ റയൽ മാഡ്രിഡ് ഇന്നലെ ഓരോ എന്നാ പറയുക, സാൾസ്ബർഗിനെ 3-0 തോപ്പിച്ചേ. നമ്മൾ സാൾസ്ബർഗ് ആണ്, യൂറോപ്യൻ സൈഡാണ്, ടോപ്പ് സൈഡാണ്. റയൽ മാഡ്രിഡ് ഇതേ വന്നു, ചാബി റോൺസെഡ് തകർക്കാൻ പോവാണ്, ചാബി ബോൾ ആരും ഇനി ഒന്നും ചെയ്യാൻ പോകും, അങ്ങനെയല്ല പറയുന്നത്. ബട്ട് ലാസ്റ്റ് സീസൺ നമ്മൾ കണ്ടതിൽ നിന്ന് നോക്കുമ്പോഴേക്കും ഇഫ് യു ആർ എ റയൽ മാഡ്രിഡ് ഫാൻ, ഒരു ഫ്രഷ് നമ്മൾ പറയുന്നില്ല, ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ എന്ന് പറയുന്നത്, ഏകദേശം അതുപോലെ ആയിരിക്കും തോന്നുന്നത്. മെയിൻലി ഇന്നലത്തെ റയൽ മാഡ്രിഡിന്റെ ബിൽഡപ്പ് ഫേസിലൊക്കെയുള്ള കളി സൂപ്പർബായിരുന്നു. എസ്പെഷ്യലി ഇന്നലത്തെ ടീം പ്രോബബ്ലി ചാബി അലോൺസോയുടെ സ്ട്രോങ്ങസ്റ്റ് ടീം എന്ന് ഞാൻ ആർഗ്യൂ ചെയ്യും. മേ ബി കിലിയൻ എംബാപ്പെ ആ ടീമിലോട്ട് വരുവാണെങ്കിൽ ഇന്നലെ റയൽ മാഡ്രിഡ് ഇറക്കിയതായിരിക്കും അവരുടെ സ്ട്രോങ്ങസ്റ്റ് ലൈൻ. ഗോൺസാലോ ഗാർഷ്യയ്ക്ക് വരും കിലിയൻ എംബാപ്പെ, അതായിരിക്കാം ഒരേ ഒരു ചേഞ്ച്. അല്ലാതെ നിങ്ങൾ ഇന്നലത്തെ ടീം ഒന്ന് നോക്കുക. ഹൈബ്രിഡ് വിങ്ങർ റോളിൽ വാൽവേർഡെ പലപ്പോഴും ബോക്സിലോട്ട് ആളെത്തുന്നത്, ബോക്സിനകത്ത് നിന്ന് വാൽവേർഡെ സ്കോർ ചെയ്തു അണ്ടർ ചാബി അലോൺസോ. ബോക്സിന് വെളിയിൽ നിന്ന് സ്കോർ ചെയ്യത്തുള്ളൂ എന്നുള്ള വാശിയൊക്കെ ആൾ വിട്ടു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം വിനീഷ്യസ് ജൂനിയറിന്റെ പെർഫോമൻസ്, അതിലോട്ട് വരാം. അതിനു മുമ്പ് ഇന്നലെ നിങ്ങൾ നോക്കുക, ഗൂളറിനെയും അതുപോലെ തന്നെ വാൽവേർഡേനെയും അതുപോലെ തന്നെ ബെല്ലിംഗമിനെയാണ് മിഡ്ഫീൽഡിൽ ആളിട്ടത്. ഫ്രാൻ ഗാർഷ്യ ലെഫ്റ്റ് സൈഡ് ബാക്ക് 3 ഒരു മിഡ്ഫീൽഡ് 5 ലെഫ്റ്റിൽ ഫ്രാൻ ഗാർഷ്യയും റൈറ്റിൽ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്. ആ മിഡ്ഫീൽഡ് ഇന്നലെ നമ്മൾ പറയത്തില്ല, അസലൊരു പക്ക ഹൈബ്രിഡ് വിങ്ങർ, പുള്ളിയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റോൾ കളിക്കുന്നു. ഒരു സിദ്ധാനിസ് റോള് നമ്മൾ നോക്കാനാണ് ബെല്ലിംഗം കളിക്കുന്നത്. ആൻഡ് ഗൂളർ പ്രോപ്പറായിട്ട് ബാക്കിലോട്ട് ഇറങ്ങി വന്നു, ബിൽഡപ്പ് ഫേസിൽ ഇൻവോൾവ് ചെയ്യുന്നു, പ്രോഗ്രസ് ചെയ്യുന്നു. അതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. സോ അപ്പ് ഫ്രണ്ടിൽ 2 പ്ലേയേഴ്സ്. വിനീഷ്യസ് ജൂനിയർ ഇന്നലെ എക്സ്ട്രീം ലെഫ്റ്റാണ് കളിച്ചല്ല, അപ്പ് ഫ്രണ്ട് 2 സ്ട്രൈക്കർ റോളാണ് കളിച്ചത്. പലപ്പോഴും ആ ലെഫ്റ്റ് ഹാൻഡ് ഹാഫ് സ്പേസിലാണ് ആൾ ഓപ്പറേറ്റ് ചെയ്തത്. പലപ്പോഴും ഒരു സെൻട്രൽ ഫോർവേഡ് റോളിലോട്ട് ആൾ വരുന്നുണ്ട്. ഗോൺസാലോ ഗാർഷ്യ നല്ലൊരു സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സോ ഇന്നലെ വിനീഷ്യസ് ജൂനിയറിനെ എഴുതി തള്ളുവോ ഈ സീസൺ? ആളുടെ പ്രോബബ്ലി ഒരു 1 സീസൺ വണ്ടറാണോ, അഥവാ 2 or 3 സീസൺ കഴിഞ്ഞാൽ ആളുടെ ഇത് കഴിഞ്ഞോ, ആളിനിയും എന്താണ് ആളുടെ ഫോം ഔട്ടാണോ, ആൾ നെക്സ്റ്റ് സീസണിൽ റയൽ മാഡ്രിഡിൽ കാണുമോ, അതായത് ചാബി അലോൺസോയുടെ സിസ്റ്റത്തിൽ ആൾ വർക്കാവും, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വിനീഷ്യസ് ജൂനിയർ ഈസ് എ ബീസ്റ്റ്. അത് പുള്ളി ഒരു ബീസ്റ്റാണ്. പുള്ളിക്ക് വേണ്ട ഒരു കോൺഫിഡൻസ് ചാബി അലോൺസോ കൊടുക്കുവാണ്. മേ ബി എംബാപ്പയെക്കാൾ ഈ ടീമിന് ഇംപ്രസ് ചെയ്യാൻ പോകുന്ന പുള്ളിയാണ്. ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ്, വേൾഡ് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു പ്ലെയറാണ് വിനീഷ്യസ് ജൂനിയർ. സോ അങ്ങനത്തെ ഇന്നലെ വിനീഷ്യസ് ജൂനിയറിന്റെ പെർഫോമൻസ് നിങ്ങൾ നോക്കുക. മൂവ്മെന്റ്സ്, ഓഫ് ദ ബോൾ മൂവ്മെന്റ്സ് സൂപ്പർ. ഈവൻ വിത്തൗട്ട് ദ ബോൾ അപ്പ് ഫ്രണ്ട് ആളുടെ പ്രസ്സിങ്ങും അടിപൊളിയായിരുന്നു. ആൻഡ് ആൾ ഇന്നലെ കംഫർട്ടബിൾ, പിച്ചിൽ കംഫർട്ടബിൾ ആയിരുന്നു. വിനീഷ്യസ് ജൂനിയർ ആണ് ആ ടീമിന്റെ മെയിൻ മാൻ എന്നുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് പുള്ളി കൊടുത്തത്. സോ വിനീഷ്യസ് ജൂനിയറിന് ഇന്നലെ പെർഫോമൻസ് റയൽ മാഡ്രിഡ് ടീമിന് കിട്ടിയ ബിഗ്ഗസ്റ്റ് ബൂസ്റ്റ് ആയിരിക്കും ഇന്നലെ. ആ ഒരു ഗോളും വാൽവേർഡയ്ക്ക് കൊടുത്ത ആ ഒരു അസിസ്റ്റും എല്ലാം, എസ്പെഷ്യലി പുള്ളി, എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഗോളിൻ്റെ അസിസ്റ്റിലൊന്നുമില്ല, പുള്ളിയുടെ റൺസ് സൂപ്പർബായിരുന്നു. ആൻറ്റിസിപ്പേഷൻ പുള്ളിയുടെ ടോപ്പ് നോച്ച്, എന്നാൽ അതിനേക്കാൾ ഒരു ഓഫ് ദ ബോൾ വർക്ക് ലോഡ് ഇന്നലെ സൂപ്പർബായിരുന്നു. സോ എംബാപ്പയെ കൂടെ ഈ ടീമിൽ വന്ന് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും. അതുപോലെ ഗോൺസാലോ ഗാർഷ്യ ഇന്നലെ ഒരു ഗോൾ സ്കോർ ചെയ്തു. പുള്ളി എൻട്രിക്കിനോട് പറയാം, മോനെ ലോണിന് വിട്ടു, ഞാനാണ് ഇവിടെ ഓഫ് ദ ബെഞ്ച്, എംബാപ്പയുടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരാൻ പോകുന്ന ഞാനാണ്, മോൻ വിട്ടോ. അതുപോലെ റോഡ്രിഗോ ഇന്നലെ 67 മിനിറ്റിന് തൊട്ട് മുമ്പ് വന്നിരുന്നു. സോ റോഡ്രിഗോയ്ക്ക് ഇന്നലെ മിനിറ്റ്സ് കിട്ടി. നമ്മുടെ ലോ ഓഫ് ദ ബെഞ്ച് ഇപ്പം റയൽ മാഡ്രിഡ്, ഇപ്പം സെബായോസ് വരുന്നു, മോഡ്രിച്ച് വരുന്നു, റോഡ്രിഗോ വരുന്നു, ക്വാളിറ്റി ഉണ്ട് വിത്തൗട്ട് എ ഡൗട്ട്. സോ ആ ഒരു ഓഫ് ദ ബെഞ്ച് റോൾ എടുക്കാനായിട്ട് റോഡ്രിഗോ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വിൽ സ്റ്റേ. അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് റോൾ റോഡ്രിഗോക്ക് ഈ ടീമിൽ കാണുമോ, ലെറ്റ്സ് സീ നോക്കൗട്ട് സ്റ്റേജസിലോട്ട് വരുമ്പോഴേക്കും. പക്ഷേ പുള്ളിയുടെ ഏറ്റവും കംഫർട്ടബിൾ സിസ്റ്റമാണ് ഇന്നലെ കളിച്ചത് 3 at the back. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് പറയാതിരിക്കുന്നില്ല. സെക്കൻഡ് ഹാഫിൽ ചില സിറ്റുവേഷൻസ് നമുക്ക് പറയാമല്ലോ, ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ ടൈം എടുക്കും. സാൾസ്ബർഗ് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ചിലപ്പം ബിൽഡപ്പ് ഫേസ് വെച്ച് റയൽ മാഡ്രിഡ് ചീപ്ലി ബോൾ ഗിവ് ചെയ്യുന്നുണ്ടായിരുന്നു. 2-3 ഇഷ്യൂസ് പറയാനായിട്ടാണ്. ഗൂളറിന്റെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. സോ സെയിം ഫോർ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്. റയലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കുറച്ച് വീക്കായിട്ട് ഡിഫെൻസീവ്ലി തോന്നിയിരുന്നു. അവിടെ പ്രോബ്ലി അർണോൾഡിന് നല്ല ഫ്രീഡം കൊടുക്കുന്നുണ്ട്. സോ എൻ്റെ റീസൺ അർണോൾഡിനെയാണ് ഞാൻ പറയുന്നില്ല.
ഇപ്പം എസ്പെഷ്യലി അപ്പ് ഫ്രണ്ട് ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് കവർ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ടു ആൻ എക്സ്റ്റെൻറ്റ് വാൾവേഡൊക്കെ ഉണ്ട്. സോ പലപ്പോഴും റൈറ്റ് ഹാൻഡ് സൈഡ് കുറച്ച് ഐസൊലേറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു വിനിയാണ് അതിന് നാച്ചുറലി ലെഫ്റ്റിലോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന പ്ലെയറാണ്. അവിടെ ഫ്രാൻ ഗാർഷ്യ ഉണ്ട്. സോ മേ ബി റൈറ്റ് ഹാൻഡ് സൈഡ് റയലിൻ്റെ വൺ ഓഫ് ദ വീക്ക് ഏരിയ ആണ്. ഗ്രൂപ്പ് സ്റ്റേജിൽ ഇപ്പോൾ പച്ചൂക്ക മാച്ചിലാണെങ്കിലും ഇന്നലത്തെ സാൽസ്ബർഗ് മാച്ചിലാണെങ്കിലും വിസിബിൾ ആയിരുന്നു. സോ അത് അർണോൾഡിൻ്റെ ഫുൾ ഇഷ്യൂ അല്ല, അവിടെ പുള്ളിക്ക് സപ്പോർട്ട് കുറച്ചുകൂടെ ചെല്ലേണ്ടതുണ്ട്. അതുപോലെ തന്നെ മേ ബി 2-3 സിറ്റുവേഷൻസിൽ ഞാൻ പറയാം ഗൂളറിൻ്റെ കാര്യം, ആളുടെ ഓഫ് ദ ബോൾ വർക്ക് ലെവലും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. ബട്ട് ഓൺ ദ ബോൾ പുള്ളി കൊണ്ടുവരുന്ന ആ ഒരു ഇത് സൂപ്പർബാണ്. അതുപോലെ ഫ്രാൻ ഗാർഷ്യ, ഞാൻ പറഞ്ഞില്ല പുള്ളീനെ റയൽ കൊടുക്കുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മണ്ടത്തരമായിരിക്കും. പുള്ളി ഒരു സ്റ്റാബി അലോൺസോ സിസ്റ്റത്തിലൊക്കെ വരുവാണ് സക്സസ് ആവുമെന്ന് പലരും പറയുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഫ്രാൻ ഗാർഷ്യ ക്വാളിറ്റി പ്ലെയർ ആണ്. പുള്ളി ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എസ്പെഷ്യലി ആ വിനിയുടെ ഫസ്റ്റ് ഗോളിൽ ബോൾ ഇന്റർസെപ്റ്റ് ചെയ്ത് ആ പ്ലെയറിനെ ഡ്രിബിൾ ചെയ്തിട്ട് റിലീസ് ചെയ്തൊരു പാസ് ഉണ്ട്. ആൻഡ് ഫ്രാൻ ഗാർഷ്യ പാൽവറ കരാറാസിനെ നോക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഗ്രിമാൾഡോയുടെ ലിങ്ക്സ് കാണുന്നുണ്ട്. മേ ബി അറ്റാനദർ ഫുൾ ബാക്സിനെ ലെഫ്റ്റ് ബാക്കിനെ നോക്കിയേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. പല ലിങ്ക്സും കാണുന്നുണ്ട്. പക്ഷേ ഫ്രാൻ ഗാർഷ്യ ബിയിലേക്ക് ആര് വേണേലും വന്നോ, മെൻഡി ഉണ്ട്, ആര് വേണേലും വന്നോ, ഞാനാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ ത്രൈവ് ചെയ്യും, ഞാൻ സ്റ്റാർട്ട് ചെയ്യും, ഐ ആം എ സ്റ്റാർട്ടർ ഇൻ ദിസ് ടീം എന്നുള്ളൊരു പെർഫോമൻസ് ആൾ ഗ്രൂപ്പ് സ്റ്റേജിൽ കൊടുത്തിട്ടുണ്ട്. സോ റയൽ മാഡ്രിഡ് വിൽ ബി ഫീലിംഗ് ഗ്രേറ്റ്. സോ ഇതാണ് ഇന്നലെ 2 മത്സരങ്ങൾ. അതുപോലെ അൽഹിലാൽ പച്ചൂക്കനെ 2-0 ഒപ്പിച്ച് അൽഹിലാൽ കടന്നിട്ടുണ്ട്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ബെൻഫീക്കയും ബയണും കിടക്കുന്നത് കണ്ടിരുന്നു. സോ അടുത്ത റൗണ്ടുകൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് മാച്ചുകളാണ്. PSG ഇന്റർ മയാമി, അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് യുവന്റസ്, സിറ്റി വിൽ ബി ടേക്കിംഗ് ഓൺ അൽഹിലാൽ, അതൊരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിരിക്കും. സോ ലെറ്റ്സ് സീ. അതുപോലെ തന്നെ ബെൻഫീക്ക വേഴ്സസ് ബയൺ മ്യൂണിക്, ദാറ്റ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് മാച്ച് ആസ് വെൽ. അതുപോലെ തന്നെ ഫ്ലമംഗോ വേഴ്സസ് ബയൺ മ്യൂണിക്, ബെൻഫീക്ക വേഴ്സസ് ചെൽസി, ഇത് രണ്ടും ഡെഫിനറ്റ്ലി ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിരിക്കും. അതുപോലെ തന്നെ ബോട്ടഫോഗോ പാൽമേറസ്, നമുക്ക് ബ്രസീൽ പ്രോബ്ലി റൗണ്ട് ഓഫ് 16 നമ്മൾ ഇത്രയും ബിഗ് മാച്ചസ് ഉണ്ടെങ്കിലും ഏറ്റവും എക്സൈറ്റിംഗ് ആവാൻ സാധ്യതയുള്ള മാച്ച് ഈ ബ്രസീലിയൻ സൈഡുകൾക്കിടയിലുള്ള മത്സരമായിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും ഇന്ററും എല്ലാം കടന്നിട്ടുണ്ട്, എല്ലാ ബിഗ് ജയൻസും കടന്നിട്ടുണ്ട് അപ്പാർട്ട് ഫ്രം അത്ലറ്റിക്കോ മാഡ്രിഡ് മാത്രമാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ എക്സിറ്റ് ചെയ്തതിലൊരു സർപ്രൈസ് നെയിം. ബാക്കിയെല്ലാം മേ ബി പോർട്ടോ ആസ് വെൽ, ഇന്റർ മയാമി ഗ്രൂപ്പിൽ പോർട്ടോയും അതുപോലെ തന്നെ ഇതുമാണെങ്കിൽ മാറ്റുകൾ സർപ്രൈസ്ഡ് ആയിട്ടുള്ള എക്സിറ്റുകൾ, വേറെ എല്ലാം കുറച്ച് എക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും